ബിഗ് ബോസ് സീസൺ 6 ഗ്രാൻഡ് ഫിനാലെ. അപ്പോൾ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിന്റെ ഒരു ചെറിയ റിവ്യൂ ആണ് ഈ ഒരു വീഡിയോ. അതുപോലെ തന്നെ അതിന്റെ ഒരു റിവ്യൂയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സംഭവം വേറൊന്നുമല്ല, ബിഗ് ബോസ് ദാ ഇവിടെ തീരുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നാളെ തൊട്ട് ഈ എപ്പിസോഡ് റിവ്യൂ പരിപാടികളൊന്നുമില്ല. നേരെ മറിച്ച് എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സീസ് ലൈക്ക് ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ റിയാക്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്നാൽ അത് മാത്രമല്ല, ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ. അപ്പോ സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ നടക്കുന്ന ആ ഒരു ബിഗ് ബോസിനെ പറ്റി ഞാൻ റിയാക്ട് ചെയ്തു. കുറെ തെറ്റുകുറ്റങ്ങൾ, കുറെ നല്ല കാര്യങ്ങളെല്ലാം ഞാൻ ഇതുവഴി ഷെയർ ചെയ്തു. അപ്പൊ ഇനിയും ഞാൻ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്രയ്ക്കും ഡെയിലി ഇരുന്ന് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. എന്നാൽ ഇനി തൊട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ, ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്ന പല തെറ്റുകുറ്റങ്ങളെ, എനിക്ക് ചോദ്യം ചെയ്യണമെന്ന് തോന്നുന്ന പല കാര്യങ്ങളെ ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ വഴി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എല്ലാ തെറ്റുകുറ്റങ്ങളൊന്നും എനിക്ക് എൻ്റെ കണ്ണിൽ വരണമെന്നോ അല്ലെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റണമെന്നോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഈ ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് കാണുന്ന തെറ്റുകൾ നിങ്ങൾക്കത് പുറം ലോകത്തോട് ചൂണ്ടിക്കാട്ടണം, അല്ലെങ്കിൽ ആ ഒരു തെറ്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണം എന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് എന്നാൽ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ട്, ഒരു ചാനൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്താണോ ആ പ്രശ്നം, നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എനിക്ക് ആ ഇൻസ്റ്റയിലേക്ക് എനിക്ക് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഞാൻ അതിനെപ്പറ്റി ഒരു തറോ സ്റ്റഡി നല്ല രീതിയിലൊന്ന് പഠിച്ചതിന് ശേഷം എൻ്റെ ഈ ഒരു ചാനൽ വഴി തന്നെ ഞാൻ അതിനെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും പ്രാന്തൻ, യൂഷ്വൽ സൈക്കോ എന്ന് ഞാനിട്ടതാണല്ലോ, സൈക്കോ എന്നൊരു വിളി കേൾക്കും അത്യാവശ്യം ഇവിടുത്തെ തെറ്റുകളെ മറ്റേ കുത്തുമ്പത്തേക്ക്. അത് പലർക്കും ഇപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് അങ്ങനെയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ പേര് തെറി പറയാൻ കാണും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തായാലും നമ്മളെ സമൂഹം പ്രാന്തൻ, വട്ടൻ എന്നൊക്കെ വിളിക്കും. ആ പേര് എനിക്ക് എന്തായാലും കിട്ടി, ഞാൻ അതങ്ങ് മേടിച്ചു എന്ന് വെച്ച് മിണ്ടാതിരിക്കത്തില്ല. ഞാൻ എന്തൊക്കെ വിളിച്ചെന്ന് പറഞ്ഞാലും എന്റെ കൺമുന്നിൽ കാണുന്ന തെറ്റുകളെ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കും. എന്റെ വീഡിയോ ഈ അടുത്തായിട്ട് സ്ഥിരം കാണുന്നവർക്ക് അത് മനസ്സിലായ ഒരു കാര്യവുമായിരിക്കും. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന, ഈ എപ്പിസോഡ് റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് പോകാം. തുടക്കം തന്നെ മറ്റേ പാട്ടും ഡാൻസും ഒരു സ്കിറ്റ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും വലുതായിട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോയില്ല. അതൊക്കെ നടക്കട്ടെ, അത് യൂഷ്വലായിട്ട് നമ്മൾ കണ്ടുവരുന്ന പരിപാടികൾ. ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നമ്മുടെ ഋഷി ഒരു 4th റണ്ണർ അപ്പിലേക്ക് എത്തുന്നു. ഋഷി ആദ്യമേ തന്നെ പുറത്തേക്ക് വരുന്നു ഹൗസിൽ നിന്ന്. ഋഷ്യ വന്നതിന് ശേഷം നമ്മുടെ ശരണ്യോടൊക്കെ ലാലേട്ടൻ അവിടെ ചോദിക്കുന്നത് കേട്ടു. ശരണ്യ ഇവിടുന്ന് പുറത്തിറങ്ങിയ ശേഷം എന്തൊക്കെ ഞാൻ അവിടെ നിന്നാണ് ശരിക്കും നോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ജസ്റ്റ് കണ്ടുപോയതേ ഉണ്ടായിരുന്നു, ഞാൻ വലുതായിട്ട് എഴുതാനൊന്നും പറ്റില്ല എനിക്ക്, അതുകൊണ്ട് തന്നെ വലിയ ഓർമ്മയില്ല. അതിന് മുമ്പ് എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ശരണ്യോട് ചോദിക്കുന്നുണ്ട്, ശരണ്യ ഇറങ്ങിയതിന് ശേഷം എന്തൊക്കെയാണ് നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചോ? ശരണ്യക്ക് ഒരു സിനിമയൊക്കെ ഇപ്പൊ ചാക്കോച്ചനായിട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. നോറയ്ക്ക് മോൺസ്റ്റർ എന്ന് കൊച്ചുകുട്ടികൾ വരെ വിളിക്കുന്നു, അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു എന്നൊക്കെ നോറ പറയുന്നത് കേട്ടു. അതിനുശേഷം സുരേഷ് ചേട്ടന്റെ വക ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ അവാർഡ് കൊടുക്കുന്ന പോലെ, അയ്യോ ഞാൻ എന്റെ പേര് മറന്നുപോയി, ഓസ്കാർ മറ്റേ ഒരു തമാശ രീതിയിൽ അതിന്റെ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ ജാസ്മിനെയൊക്കെ നല്ല ഊക്കി വിടുന്നത് ഞാൻ കണ്ടു. എന്താണെങ്കിലും അതിനുശേഷം ദിൽഷയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് 3rd റണ്ണറപ്പ് ആയിട്ട് നമ്മുടെ അഭിഷേക്, എല്ലാവരും അറിഞ്ഞതാണ്, അഭി വരുന്നുണ്ട്. അഭി പുറത്തേക്ക് വരുന്നു. അതിനുശേഷം നിതാ പിള്ളേരുടെ ഒരു ഡാൻസ്, അങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ നോട്ട് ചെയ്തൊരു സംഗതി എവിടെയാണെന്നറിയോ? നിങ്ങൾ ഈ ഒരു ഭാഗം തൊട്ടാണ് നിങ്ങൾ മെയിനായിട്ട് കാണുന്നത്. ഞാൻ നോട്ട് ചെയ്തൊരു സംഗതി അവിടെ നടന്നത്, ഈ വോട്ടിംഗ് ഉണ്ടല്ലോ, വോട്ടിംഗ് പരിപാടി. അപ്പൊ ആദ്യ ആഴ്ച തൊട്ടുള്ള വോട്ടിങ്ങിന്റെ, ഓരോ ആഴ്ചയിലെയും വോട്ടിങ്ങിന്റെ ആരായിരുന്നു മുന്നിൽ നിന്നത്, ആരായിരുന്നു ഏറ്റവും താഴെ പോയത് എന്നുള്ളൊരു സംഗതി അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാനൊരു സംഗതി നോട്ടീസ് ചെയ്തു. ഇപ്പൊ ഈ ഒരു പോർഷൻ നിങ്ങൾ കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉഡായിപ്പ് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക, എന്നിട്ട് ബാക്കി കാണുക. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നിയൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീക്ക് 1 ആരുടെ പേരാ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല. വീക്ക് 2 ഋഷിയുടെ പേര് പറഞ്ഞു, ഏറ്റവും ടോപ്പിൽ വരുന്നത്. വീക്ക് 3 അർജുൻ, വീക്ക് 4 ശ്രീതു, വീക്ക് 5 ശ്രീതു, വീക്ക് 6 ശ്രീതു, 7 അർജുൻ, 8 ജിൻഡോ വരുന്നുണ്ട് 8th വീക്കില്. അപ്പം ഗബ്രിയൽ ലാലേട്ടൻ അവിടെ നിന്ന് തകർത്ത് വിടുന്നുണ്ട്. അതായത്
ഗബ്രി പവർ റൂമിൽ നിന്ന് വെളി വന്നപ്പോഴത്തേക്കും ഗബ്രിക്ക് കുറവായി എന്നുള്ളൊരു സാധനം അവിടെ ലാലേട്ടൻ പറയുന്നത് കേട്ടു. 9ാമത്തെ ആഴ്ചയിൽ ജിൻഡോ വരുന്നു, 10ാമത്തെ ആഴ്ചയിൽ ജിൻഡോ വരുന്നു, 11ലും ജിൻഡോ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 11ല് ഏറ്റവും താഴ്ന്നു നിന്നവർ അപ്സര അൻസിബയൊക്കെ ആയിരുന്നു ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട്. ഏറ്റവും നല്ല 2 പേരായിരുന്നു അവരെന്ന് ലാലേട്ടൻ തന്നെ അവിടെ പറയുന്നതൊക്കെ കേട്ടു. എന്താണ് അവർ പുറത്തേക്ക് എന്നിട്ട് പോയത് നമുക്ക് അറിയത്തില്ല. വോട്ടില്ലാഞ്ഞിട്ടൊക്കെയാണെന്ന് പറയുന്നു. ഓക്കെ, എന്താ വോട്ടോ. അപ്പൊ 12ന് വീണ്ടും അഭിഷേക് വരുന്നുണ്ട്. അപ്പൊ 12ൽ അഭിഷേക് ഏറ്റവും ടോപ്പിലേക്ക് 12ാമത്തെ വീക്കിൽ വന്നപ്പോഴത്തേക്ക് നന്ദന ഏറ്റവും താഴത്തേക്ക് പോയി. അപ്പൊ നന്ദന അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നന്ദന എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുന്നുണ്ട്, ലാലേട്ടൻ അല്ല, നന്ദന പറയുന്നു, തൃശ്ശൂരിന്റെ അഭിമാനം ഞാൻ കാത്തു എന്ന് കുറെ പേര് പറയുന്നുണ്ട് ലാലേട്ട എന്ന് നന്ദന പറയുന്നത് കേട്ടു. സത്യം പറഞ്ഞ തൃശ്ശൂരുകാരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നന്ദന എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ബിഗ് ബോസ് സീസണിൽ വന്നതുകൊണ്ട് ആ ഒരു തൃശ്ശൂർ എന്ന് പറയുന്ന ആ ഒരു വലിയ പട്ടണത്തിന്റെ അഭിമാനം അവള് കാത്തു എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കറിയാൻ പാടില്ല. എന്തായാലും 13ാമത്തെ വീക്കിലും എന്തായാലും ജിൻഡോ ചേട്ടൻ തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു വോട്ടിങ്ങിന്റെ ഒരു പരിപാടി കാണിച്ചപ്പോൾ ഞാൻ 2 കാര്യം ശ്രദ്ധിച്ചു. അടുപ്പിച്ച് ഒരു 2-3 പ്രാവശ്യം നല്ല രീതിയിൽ വോട്ട് കയറിയത് നമ്മുടെ ശ്രീതു കുച്ചനും പിന്നെ ജിൻഡോ ചേട്ടനും ആണ്. പിന്നെ അർജുനൊക്കെ വന്നിട്ടുണ്ട്, അഭിഷേക് വന്നിട്ടുണ്ട്, ഓക്കെ, ഋഷി വന്നിട്ടുണ്ട്. ഈ ഒരു വോട്ടിങ്ങിന്റെ ഒരു പാറ്റേൺ, ഈ ഒരു വോട്ടിങ് ആദ്യം തൊട്ട് അവസാനം വരെ കാണിച്ചപ്പോഴത്തേക്ക് ഒരു വീക്കിൽ പോലും തേർഡ് റണ്ണറപ്പ് ആയിട്ടുള്ള നമ്മുടെ ജാസ്മിന്റെ പേര് ഞാൻ കണ്ടില്ല. ലാലേട്ടൻ പറഞ്ഞത് ഞാൻ കണ്ടില്ല. എന്നിട്ടും എങ്ങനെ തേർഡ് റണ്ണറപ്പായി ജാസ്മിൻ വന്നു? ഇതാണ് എന്റെ സംശയം. ഇപ്പൊ അബിയുടെയാണ് ഞാൻ സെക്കൻഡ് റണ്ണറപ്പ്, സോറി തെറ്റിപ്പോയി, സെക്കൻഡ് റണ്ണറപ്പ് ആണ് ജാസ്മിൻ. തേർഡ് നമ്മുടെ അബിയാണല്ലോ, അബി ഇറങ്ങിപ്പോയത് ഞാൻ പറഞ്ഞു. സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടുള്ള ജാസ്മിൻ എങ്ങനെ വന്നു ആ ഒരു സെക്കൻഡ് റണ്ണറപ്പ് പൊസിഷനിലേക്ക്? കാരണം വോട്ടിങ്ങിന്റെ ആ ഒരു ഇത് കാണിച്ചപ്പോൾ പോലും ഒരാഴ്ച പോലും അവളൊരു ടോപ്പിലേക്ക് എത്തിയിട്ടില്ല. അവൾ എങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇവൾക്ക് ഭയങ്കരമായിട്ട് വോട്ട് കൂടിയോ? ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്, ജബ്രി വന്നു കഴിയുമ്പോഴാണ് ഇവളുടെ വോട്ട് മൊത്തം അങ്ങ് മലക്കം പറയുന്നത്, കിട്ടാതാവുന്നു കൊച്ചിന്. ആ ഒരു പരിപാടി അവിടെ നടക്കുമ്പോഴത്തേക്ക് ഇവരുടെ മറ്റേ പരിപാടികൾ. അപ്പൊ അങ്ങനെ ഇവളി കയറുന്നതിന് ഈ ജബ്രി വന്നതിന് ശേഷം 2-3 ദിവസം ഭയങ്കര നെഗറ്റീവായി ജാസ്മിന്. എന്നിട്ടും എങ്ങനെ ഇവൾ സെക്കൻഡ് റണ്ണറപ്പായി? അതാണ് എന്റെ ചോദ്യം. എനിക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. ഒരു വീക്കിൽ പോലും അവൾ വന്നിട്ടില്ല. ബാക്കി ഫൈനൽ 6ൽ വന്ന ആൾക്കാർ എല്ലാവരും ഒരു തവണയെങ്കിലും ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട് വോട്ടിങ്ങിൽ. ഇവൾ അതുപോലും ഇല്ല. ആരുടെയൊക്കെയോ മറ്റേ ഇഷ്ടക്കൂടുതലുകൾ കൊണ്ട് സെക്കൻഡ് റണ്ണറപ്പായി ഈ കുട്ടിയെ മാറ്റി എന്നാണോ ഞാൻ പറയേണ്ടത്? എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയണോ? നിങ്ങൾ തന്നെ പറ. എനിക്ക് അങ്ങനെയൊക്കെ തോന്നി സീരിയസ്ലി. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് സെക്കൻഡ് റണ്ണറപ്പ് ജാസ്മിൻ? അതാണ് എന്റെ ചോദ്യം. കുറെ പേര് പറയുന്നുണ്ട് അതിന് അവൾ ഡിസേർവ്ഡ് ആണ്. ഓക്കെ, അവൾ നല്ല ഗെയിമർ ആയിരുന്നു. അവളുടെ ഗെയിം ഏതൊരു പാറ്റേണിലാണ് നമ്മൾ കണ്ടതാണ്. അവൾ നല്ല രീതിയിൽ അവൾ കണ്ടന്റ് കൊടുത്തു. അതുകൊണ്ട് അവൾ ഡിസേർവ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ഡിസേർവ്ഡ് ആയിരിക്കട്ടെ. പക്ഷേ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നതെങ്കിൽ ഒരാഴ്ച പോലും ടോപ്പിലേക്ക് വരാത്തൊരു വ്യക്തി എങ്ങനെ സെക്കൻഡ് റണ്ണറപ്പായി? അതാണ് എന്റെ ചോദ്യം. ഈ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കളി പോകുന്നതെങ്കിൽ. ജിൻഡോ ചേട്ടൻ ഫസ്റ്റ് വന്നാൽ ഞാനിപ്പോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അതാണ് എല്ലാവർക്കും അറിയാം. ആ പുള്ളി വന്നതിനകത്ത് ഇപ്പം പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. കാരണം അതുപോലെ വോട്ടടിച്ച് കയറിയിട്ടുണ്ട്, ഓഫ്കോഴ്സ് ഉണ്ട്. പക്ഷെ ജാസ്മിൻ എനിക്ക് ഇന്നും സംശയത്തിന്റെ കണ്ണോടുകൂടി തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എങ്ങനെ വോട്ടോ. അപ്പൊ അതിനുശേഷം പിന്നെ മൂന്നാമത് ഈ ജാസ്മിനെ പുറത്തേക്ക് കൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ ജയിൽ പോലെ, ഈ കൂടാരം പോലെ ജയിലിന്റെ ഒരു ചെറിയ സെറ്റപ്പിൽ 3 എണ്ണം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇവർ 3 പേര് ഇരുന്നിട്ട് ഇവരെ അതിനകത്തുനിന്ന് ഒരാളെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നായിരുന്നു. അങ്ങനെയാണ് ജാസ്മിനെ കൊണ്ടുവരുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു. ജാസ്മിൻ അതിന്റെ ഇടയ്ക്ക് അവിടെ കിടന്ന് ഇവര് ആദ്യമേ ഈ വന്നവന്മാര് കുറച്ച് മല്ലന്മാരുണ്ട് ഈ ഒരു ജയിൽ പൊക്കി വെളിയിലോട്ട് കൊണ്ടുവരാൻ. ഈ കൂടാരം പോലെ കുഞ്ഞത് അതിനകത്ത് ഇരിക്കുവാണ് ഇവർ 3 പേര്. നിങ്ങൾ കണ്ടതാണ്. ഞാൻ അതാ പിന്നെ അതിനെപ്പറ്റി ഒന്നും കാണാത്തവരെന്തായാലും ഈ ഒരു ബിഗ് ബോസ് പരിപാടി കാണാത്തവരാരും റിവ്യൂ മാത്രമായിട്ട് കാണാൻ ഇരിക്കും. എനിക്കറിയത്തില്ല, കുറെ പേരുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്. അപ്പം പക്ഷേ ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ കാണാതെ ആരും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റേ വീഡിയോ ലെങ്ത് കൂട്ടാത്തത്. എന്തായാലും ജാസ്മിൻ അങ്ങനെ വെളിയിലേക്ക് വരുന്നു. ജാസ്മിന്റെ കരച്ചിൽ പരിപാടികളെല്ലാം അവിടെ ഉണ്ട്. മറ്റേ പൊന്നു എന്നൊക്കെ വിളിച്ച് ആ പൊന്നു ഇരിപ്പുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അനിയനെ കണ്ടപ്പോൾ അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അത് അവളുടെ ഇമോഷണലി അവൾ അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് പയ്യനോട്. അത് നല്ലൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി. ജാസ്മിൻ അങ്ങനെയാണ്. ഇപ്പൊ ഗബ്രിയായിട്ടുള്ള ഒരു പ്രശ്നം അത് തന്നെയാണ്. ഇമോഷണലി മറ്റേ കയറി അങ്ങ് ഒട്ടിപ്പോയി.
അപ്പൊ ഇതൊക്കെ കഴിയുമ്പോൾ ലാസ്റ്റ് 2 പേരെ നമ്മുടെ ലാലേട്ടൻ വീട്ടിൽ പോയി. അപ്പൊ നല്ല രസമുണ്ട്. ലാലേട്ടൻ അവരുടെ ഇഷ്ടമുള്ള പ്ലേസ് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു. അവിടെ ഇരുത്തി ലാലേട്ടൻ മറ്റേ കൈ വെച്ചൊരു ഫോട്ടോയൊക്കെ എടുത്തു കൊടുക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ 2 പേരെയും കൊണ്ട് സ്റ്റേജിലേക്ക് വരുന്നു. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചെന്താണെന്നറിയോ? ലോകമണ്ടൻ, മരമണ്ടൻ എന്നൊക്കെ വിശേഷിപ്പിച്ച ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയാണ് ഈ ഒരു ബിഗ് ബോസ് കപ്പെടുത്തത്. ലാലേട്ടൻ തന്നെ വിളിച്ചിട്ടുണ്ട്. മണ്ടൻ എന്ന് പറയുന്ന ഒരു വട്ടം ചാർത്തിയെ കൊടുത്തിട്ടുണ്ട്. ആ ലാലേട്ടൻ തന്നെ അയാൾക്ക് കപ്പ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ബിഗ് ബോസ് സീസൺ 6 വിന്നർ കപ്പ് അല്ലേ? എന്തായാലും കൊള്ളാം. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ സ്റ്റേജിൽ വെച്ച് ലാലേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ സീസണെക്കാട്ടിലും ഏതാണ്ട് 1 കോടി സംതിങ് ഒരു കണക്ക് പറഞ്ഞായിരുന്നു, ഞാൻ എഴുതി വെച്ചില്ല. ഏതാണ്ട് 60% മേളിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അഖിൽമാരാറിന്റെ സീസണെക്കാട്ടിലും സീസൺ 5 ഏറ്റവും കൂടുതൽ വോട്ടാണ് ഈ ഒരു സീസണിൽ വന്നിരിക്കുന്നത്. കാരണം അത്രയും ഭയങ്കര TRP റേറ്റിംഗ് ആണ് ഇത്തവണത്തെ സീസണ്. അതിന് ഏറ്റവും വലിയൊരു കൈയ്യടി കൊടുക്കേണ്ട എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിൻ ആൻഡ് ഗബ്രി, അത് ഞാൻ ഉറപ്പ് പറയും. അവരുടെ കുൽസിത പ്രവർത്തനങ്ങൾ കാണാനും തെറി പറയാനും വേണ്ടിയാണ് എല്ലാവരും കയറിയിരുന്ന് ഈ ഒരു പരിപാടി കണ്ടോണ്ടിരുന്നത് എന്തൊക്കെയാണെങ്കിലും. അപ്പൊ ജിൻഡോ ചേട്ടനെ അതിന് ശേഷം വിന്നറായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ ജിൻഡോ ചേട്ടനെ പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടടി. ഒരു പരിധിയിൽ കൂടുതൽ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അതെനിക്ക് നല്ല വൃത്തിക്ക് മനസ്സിലായി. കാരണം ജിൻഡോ ചേട്ടൻ ഈ കപ്പ് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ക്ലോസിൽ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജിൻഡോ ചേട്ടൻ പുള്ളി കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് മറ്റേ സെന്റിമെന്റലായിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം അർജുനിലേക്ക് പാസ് ചെയ്യുന്നു. അർജുൻ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ പിന്നെ ജിൻഡോ എന്തോ പറയാൻ വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ സ്റ്റോപ്പ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്തിനാ അതൊക്കെ കാണിക്കുന്നത്? പുള്ളിക്ക് ഒരു പറയാനൊരു അവസരം പോലും ഇവിടെ ആരും കൊടുക്കാത്തൊരു സീനൊക്കെ എനിക്ക് തോന്നിയത്. ലാലേട്ടൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അർജുന്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് മോനെ ലാലേട്ടൻ പറയട്ടെ, ജിത്തു ജോസഫിന്റെ അടുത്ത പടത്തിലേക്ക് മോനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, മോനെ അടുത്ത പടത്തിലുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. സോ അതൊക്കെ ആയിക്കോട്ടെ, വോട്ട്. പക്ഷെ ആ ഒരു വ്യക്തി അവിടെ ഒരു കാര്യം സംസാരിക്കാൻ വന്നപ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ ശ്രദ്ധിച്ചു. അത് നിങ്ങൾ എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ശ്രദ്ധിച്ചവരൊന്ന് കമന്റ് ഇടുക കേട്ടോ. ഞാൻ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചു. പുള്ളി വീണ്ടും സംസാരിക്കാൻ വന്നപ്പോഴത്തേക്ക് അത് സമ്മതിച്ചില്ല, അവിടെ നിർത്തിച്ചു. അത് എന്നിട്ട് ജിൻഡോയോട് നമ്മുടെ അർജുനോട് ഈ ഒരു കാര്യം പറയുന്നു. അതിനുശേഷം അർജുൻ അങ്ങോട്ട് സെക്കൻഡായി അവന്റെ ഡയലോഗിനാണ് കൂടുതൽ അവിടെ നമ്മുടെ കണ്ടസ്റ്റൻസ് കൈയടിച്ച്. ജിൻഡോ ചേട്ടനും കൈയടിച്ചു കേട്ടോ, ഇല്ലാതൊന്നുമല്ല. പക്ഷെ അർജുൻ പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു ബൂസ്റ്റായി. അത് സംസാരിക്കാൻ അറിയാവുന്നില്ല. ജിൻഡോ ചേട്ടൻ അത്രയും വ്യക്തമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. അതിന്റെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ബട്ട് അറ്റ് ലാസ്റ്റ് ഈസ് ദ വിന്നർ. അതൊന്നും ആലോചിക്കേണ്ടതായിരുന്നു അവിടെ കുറെ ആളുകൾ. അപ്പൊ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, സത്യനന്ദിക്കാടിന്റെ അടുത്ത ഞാൻ അഭിനയിക്കുന്ന ഒരു ചിത്രത്തിലേക്ക് വേറൊരാളെയും കൂടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബിഗ് ബോസ് ഈ ഒരു സീസണിൽ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ജാസുമോൾ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം കുറച്ച് സ്ഥലത്തു നിന്നൊക്കെ ഞാൻ അങ്ങനെ ഒരു കിംബദന്തി കേട്ടു. കിംബദന്തിയാണ് കേട്ടോ, എനിക്ക് കൺഫേം ആയിട്ട് അറിയത്തില്ല. ഇങ്ങനെ ഒരു സാധനം കേട്ടു, ജാസുമോൾ ആണെന്നൊക്കെ. എനിക്കറിയാൻ പാടില്ല, ചിലപ്പോൾ ആയിരിക്കാം കേട്ടോ. കാരണം ജാസ്മോൾക്ക് ഏതൊരു ലെവലിലേക്കും എത്താൻ പറ്റും എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ തന്നെ ജാസ്മിൻ മോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ബിഗ് ബോസിൽ ഇങ്ങനെ 3rd റണ്ണറപ്പ് ആയിട്ടൊക്കെ നിൽക്കാനെന്നൊക്കെ ഞാൻ അറിഞ്ഞു. കഷ്ടപ്പാടിന്റെ കഥകളൊക്കെ ഭയങ്കരമാണ്. ആ കഥകളിലേക്കൊന്നും, അതൊക്കെ വെറും കഥകളാണ്. എൻ്റെ തെളിവൊന്നുമില്ല. ഞാൻ നമ്മൾ കേട്ട് പാടി കേൾക്കത്തില്ലേ, അങ്ങനെ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റിയൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല. വോട്ടവർ അത് എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഇതൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു, പാട്ടും ഡാൻസും. ദിൽഷയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദിൽഷയുടെ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ, ദിൽഷയുടെയൊക്കെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വിക്രത്തിനകത്തൊക്കെ അഭിനയിച്ച ഒരു ആക്ടർ ഉണ്ടല്ലോ, മറ്റേ ഒരു സ്റ്റണ്ട് അല്ല, ഒരു കൊറിയോഗ്രാഫർ ലൈക്ക് പുള്ളിയുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ 6 എൻഡ്. എല്ലാവരും സ്റ്റേജിലോട്ട് ഓടിക്കയറി വന്ന് ലാസ്റ്റ് ജിനച്ചേട്ടനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഞാൻ കണ്ടു. നമ്മുടെ ജാൻമണ്ടിയൊക്കെ ഉമ്മ കൊടുക്കുന്നു, ഋഷി കെട്ടിപ്പിടിക്കുന്നു, അൻസിബ, ഇവര് ഒരു 3-4 പേരാണ് എന്നിട്ട് ഒന്നിച്ച് കപ്പൊക്കെ പൊക്കി പിടിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. ലാലേട്ടൻ സംസാരിക്കുന്നതിന്റെ ബാക്കിൽ ലാലേട്ടൻ സംസാരിക്കുന്നതിന്റെ ബാക്കിലാണ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ അവരിങ്ങനെ കപ്പൊക്കെ പിടിക്കുന്നത് കണ്ടു. ബാക്കി നമ്മുടെ മെയിൻ ഒരു സൂപ്പർ ഹീറോ ഒക്കെ ഉണ്ടല്ലോ സീസൺ 6 ദ സ്റ്റാർ, പുള്ളി ഇടയ്ക്കിടെ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്ന കണ്ടു കേട്ടോ. എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനകത്ത് ഇവര് കണ്ണ് കാണുന്നില്ലെന്നാ തോന്നുന്നത്. കണ്ണാടി എന്ന് വെച്ചാൽ കൂളിംഗ് മറ്റേ സൺഗ്ലാസ് ഒക്കെ അതിനകത്ത് വെച്ചോണ്ടിരിക്കുന്നില്ല. എന്തിനാണോ, ഭയങ്കര വാട്ടവർ. പിന്നെ അണ്ണന്റെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഇന്ന് കണ്ടു. അന്ന് ഇതിനായിട്ടൊന്നും ചെയ്യാത്ത മറ്റേ ബിഗ് ബോസിൽ നാട്ടുകാരെ പറ്റിച്ച് തെറിയും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പോകുന്ന ഇപ്പൊ കാണുന്നുണ്ട്. എന്തോ അങ്ങനെയും കുറെ എണ്ണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഒരു സീസൺ 6 കഴിഞ്ഞിരിക്കുകയാണ്. അൾട്ടിമേറ്റ് ബിഗ് ബോസ് സീസൺ ബിഗ് ബോസ് അൾട്ടിമേറ്റിന്റെ കാര്യമൊന്നും എന്തായാലും ഇവിടെ പറഞ്ഞ് ഞാൻ കേട്ടില്ല. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വിചാരിച്ചു ലാലേട്ടൻ എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഇടുമായിരിക്കും, പക്ഷെ ഒന്നും പറഞ്ഞു കേട്ടില്ല. ഇനി അപ്പൊ അടുത്ത സീസൺ ആയിരിക്കും വരാൻ പോകുന്നത്, ഒന്നും അറിയത്തില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം.
അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നാളെ തൊട്ട് ഇതിന്റെ കോൺട്രവേഴ്സീസ് ബിഗ് ബോസുമായിട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി ഇനി അങ്ങോട്ട് വന്നോണ്ടേ ഇരിക്കും. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഞാൻ റസ്മിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു കേട്ടോ. അടിപൊളി ഒരു ഇന്റർവ്യൂ. ഞാൻ അതൊന്നും എടുത്ത് റിയാക്ട് ചെയ്തില്ല. എനിക്ക് വയ്യായിരുന്നു, കുറച്ച് തലവേനയൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് കൂടുതൽ കിടപ്പായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാതെ. ഞാൻ നാളത്തേക്ക് പറ്റുകയാണെങ്കിൽ ഞാനത് ചെയ്തിടാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ കാണുകയാണെങ്കിൽ ഞാനിനി ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.